എന്താ ചെയ്യുന്നത്? പഠിക്കാനുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറെ സ്കൂളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ കുറെ കളിമണ്ണും കുറെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി, എന്താണ്, കുറെ ഗെയിമുകളും ആക്ടിവിറ്റീസും ഒക്കെ സ്കൂളിൽ റെഡിയാക്കി പിള്ളേർക്ക് എന്ത് കൊടുക്കും? പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. വിദേശത്ത് അത് നന്നായിട്ടുണ്ട്. പക്ഷെ വിദേശത്ത് ഇല്ലാതെ പോയൊരു കാര്യം മെമ്മറൈസിങ് ആണ്. ഞാൻ കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള കുറെ കുട്ടികൾക്ക്, അവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? ട്രെയിനിങ് കൊടുക്കാറുണ്ട്, ഓൺലൈൻ ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അവർക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് എവിടെയുണ്ട്? കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് മെമ്മറൈസ് ചെയ്യിപ്പിക്കും. എന്നാൽ അവർക്കുള്ള കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ടുള്ള ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ അവർക്ക് ഹൈ ആണ്. അതെവിടെയില്ല? നമ്മുടെ പിള്ളേർക്കില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ പിള്ളേർക്ക് അതും കൂടി കൊടുക്കാൻ നമ്മൾ മെനക്കെടുകയായിരുന്നുവെങ്കിൽ, നമ്മുടെ ടീച്ചർമാര് ക്രിയേറ്റിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്യുകയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ എത്തുമായിരുന്നു? നമ്മുടെ പിള്ളേർക്ക് മെമ്മറൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പ്ലസ് ഇതും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ രണ്ടിനെയും കൂടി ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ? അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇതാര് പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം. I never teach my pupils. I only attempt to provide the condition in which they can learn. ആര് പറഞ്ഞു? ആൽബർട്ട് ഐൻസ്റ്റീൻ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്ന അദ്ദേഹം ഇങ്ങനെ പറയണമെങ്കിൽ there is something, അല്ലേ? എന്തെങ്കിലും